നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണോ? ഇവിടെ അടുത്താണോ സ്ഥലം? അപകടം നടക്കുമ്പോ എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു. സൗണ്ട് ഉണ്ടായി, നല്ല സൗണ്ട്. 3:20 എന്നിട്ട് ഇറങ്ങി ഓടി ജനജയിലേക്ക് കൂട്ടി. മൂന്നാമത്തെ വീട്. അപ്പൊ ആൾക്കാരൊക്കെ ഇറങ്ങി ഓടണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഓടി പുറത്തേക്ക്. ചേട്ടന് ഇവിടെ അടുത്താണോ സ്ഥലം? മുണ്ടത്തിയോട് സ്കൂളിന്റെ അടുത്ത്, അമ്പലത്തിന്റെ അടുത്ത്. നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ശബ്ദമൊക്കെ കേട്ടിരുന്ന ആ സമയത്ത്? ഞങ്ങളുടെ വീട് വിട്ടൊരു 2 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ അവിടെ അടുക്കളയുടെ വാതിലിന്റെ ടവർ ബോൾട്ടൊക്കെ തെറിച്ചു പോയി. 2 കിലോമീറ്റർ അകലെ വരെ ചില്ലൊക്കെ പൊട്ടിയോ? അങ്ങനെ ചില്ല് പൊട്ടിയിട്ടില്ല. ഡോറിന്റെ ടവർ ബോട്ടിലെ മുകളിൽ ലോക്ക് ചെയ്യുന്നത് ചില്ലൊക്കെ ഗ്ലാസ്സൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പറ്റിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ കമ്പിൾ തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ബാക്കി ഒരു വീട് എല്ലാവരും പോയിട്ടുണ്ട്. എൻ്റെ വീട് ഈ പ്രതിവിടെയാണ്. കുറച്ച് പോയുള്ളൂ. തുറന്നിട്ടായിരുന്നു, വേറെ ചില്ലൊന്നും പൊട്ടിയില്ല. ഒന്നും പറ്റിയില്ല. ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നും പറ്റിയില്ല. ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശബ്ദം കേട്ടു. ഞാൻ ഇവിടെ തിരൂരായിരുന്നു. അവിടെ ശബ്ദം കിട്ടും. വീട്ടിലുള്ളവർ വിളിച്ചു പറഞ്ഞു? വീട്ടിൽ ചെക്കൻ്റായിരുന്നു. മകൻ വന്നിട്ടുണ്ട്. മകൻ IT പിന്നെ ഒരാൾ ISOറല്ല. അപ്പോൾ മൂത്തവൻ പറ്റില്ല, രണ്ടാമത്തെ വന്നിട്ടുണ്ട്. അതാണ് ജനൽ തുറന്നിട്ട് പോയി. അല്ലെങ്കിൽ പൊക്കെ പോയിനി. എൻ്റെ വീട് കംപ്ലീറ്റ് പോയി. 2 പേരൊക്കെ പോയിനി. അതായത് ഈ അടുത്തുള്ള പല ആളുകളുടെയും വീടിന്റെ ജനൽ ചില്ലകളൊക്കെ തന്നെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് കാണിച്ചതാണ് ആ വീടുകളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഇന്ന് ഈ നടുക്കം ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല. അവർ ഈ രാവിലെ ഈ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിയതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീടും.